ഈ എയർ ഇന്ത്യ എക്സ്പ്രസുമായി ബന്ധപ്പെട്ട ജീവനക്കാരുടെ പണിമുടക്ക് ഇന്നലെ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. എല്ലാ എയർപോർട്ടുകളിലും വലിയ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും പണിമുടക്കിൽ സർവീസുകൾ റദ്ദാക്കിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് യാത്രക്കാർ. കണ്ണൂർ, കരിപ്പൂർ, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ നിന്നായി എയർ ഇന്ത്യയുടെ 8 സർവീസുകൾ റദ്ദാക്കി. ഇതിനിടെ പ്രതിഷേധിക്കുന്ന ജീവനക്കാർക്കെതിരെ എയർ ഇന്ത്യ നടപടി തുടങ്ങി. കൂട്ട അവധിയെടുത്ത 100ഓളം പേർക്ക് പിരിച്ചുവിടൽ നോട്ടീസ് നൽകി. 3 ദിവസത്തിനിടെ 90-ലധികം സർവീസുകളാണ് റദ്ദാക്കിയത്. എന്തായാലും നമുക്ക് വിവിധ ഇടങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ തേടേണ്ടതുണ്ട്. ഡി ധനസുമോദുണ്ട് ഡൽഹിയിൽ നിന്ന്. തിരുവനന്തപുരത്ത് നിന്ന് ഗോപാൽ ശീല സനൽ ചേരും. ഒപ്പം തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് സാജിദ് അജ്മൽ കൂടി ചേരുകയാണ്. ആദ്യം നമുക്ക് ഡി ധനസുമോദിലേക്ക് പോകാം, ഡൽഹിയിലെ കാര്യങ്ങൾ. ധനസുമോദ്, എന്തായാലും ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാബിൻ ക്രൂ ജീവനക്കാരുടെ സമരം അത് വലിയ രീതിയിൽ സർവീസുകളെ ബാധിച്ചിരിക്കുകയാണ്. യാത്രക്കാരെയൊക്കെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ പലയിടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കണ്ടതാണ്. അവരൊക്കെ വലിയ ദുരിതത്തിലാണ്. പലർക്കും സമയത്ത് ജോലിക്ക് എത്താനൊന്നും കഴിയാത്തത് കാര്യം ജോലി വരെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുമോ? എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾക്കില്ല എന്നാണ് ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഒരു തീരുമാനം. എങ്ങനെയാണ് ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ട് നടപടിയിലേക്ക് നീങ്ങാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണോ? പ്രശ്നപരിഹാരത്തിന് സർവീസുകൾ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നുണ്ടോ? കൂട്ട അവധിയെടുത്തവർക്ക് ഇപ്പോൾ പിരിച്ചുവിടൽ നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. കടുത്ത നടപടിയിലേക്ക് തന്നെ തങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നൊരു സൂചന തന്നെയാണ് മാനേജ്മെന്റ് ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഇതിന്റെ പ്രധാന ഫ്ലൈറ്റുകൾ പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പാണ് ഈ 100ഓളം പേർ അവധിയെടുക്കുകയാണ് എന്നുള്ള ഒരു സന്ദേശം വന്നത്. മാത്രമല്ല അവർക്ക് പകരം ജോലിക്ക് ഹാജരാകേണ്ടിയിരുന്നവരുടെ മൊബൈലുകൾ ഓഫായിരുന്നു, മൊബൈൽ ഫോണുകൾ ഓഫായിരുന്നു. വിമാന ചട്ടമനുസരിച്ച് ഒരിക്കലും ഈ L1 എന്ന് പറയുന്ന ഈ കാറ്റഗറിയിലെ മുതിർന്ന ഈ ക്രൂ മെമ്പർമാർ ഇല്ലാതെ, ക്യാബിൻ ക്രൂ മെമ്പർമാരില്ലാതെ വിമാനം പറന്നുയരാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇവരില്ലാത്തത് കൊണ്ടാണ് ഈ കൂട്ട അവധിയെ തുടർന്നും അവർക്ക് പകരം ഹാജരാകേണ്ടവർ, അവർ ജോലിക്ക് എത്തേണ്ടവർ അവരുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആവുകയും അവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നൽകാൻ സാധിക്കാത്തതും ചെയ്തതോടുകൂടിയാണ് ഇതൊരു വലിയൊരു പ്രതിഷേധം തന്നെയാണ്. ഈ ഒരു പ്രതിഷേധത്തിനോട് കടുത്ത നടപടി എടുക്കണം എന്ന് തന്നെ മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇന്നലെ യാത്ര വിവിധ ഭാഗങ്ങൾ 90ഓളം, ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിയും ഇന്നലെയുമായി 90ഓളം ഷെഡ്യൂളുകളാണ് മുടങ്ങിപ്പോയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലർക്കും ജോലിക്ക് കയറേണ്ട ദിവസമായിരുന്നു. യാത്രക്കാരിൽ പലർക്കും അവരുടെ ജോലി നഷ്ടമായിട്ടുണ്ട്. ഈ പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടെയുള്ള കയറ്റി കൊണ്ടുവരാൻ അത് തിരിച്ചയക്കേണ്ടി വരുന്നു. അത് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല പലരുടെയും അവധി കഴിഞ്ഞ് പോവുകയായിരുന്നു. അവർക്ക് ജോലിക്ക് കയറേണ്ട സമയമായിരുന്നു, അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഗുലാം നബി ആസാദ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാർ വലിയ പ്രതിഷേധത്തോടു കൂടിയാണ് അദ്ദേഹത്തിന് വിമാനം നഷ്ടമായതിനെ തുടർന്ന് വലിയ പ്രതിഷേധത്തോടുകൂടിയാണ് പ്രതികരിച്ചത്. മാത്രമല്ല ഈ ഒരു പ്രതിഷേധത്തിന് ഒരു സമയം കൊടുക്കണമായിരുന്നു എന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. കാരണം പല യാത്രക്കാരും ചെക്ക് ഇൻ ചെയ്ത് വിമാനത്താവളത്തിൽ പ്രവേശിച്ചതിന് ശേഷമാണ് തങ്ങൾ അവധിയെടുക്കുകയാണെന്നുള്ള കാര്യം ഈ ക്രൂ മെമ്പർമാർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഭാവിയിലായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് കൂട്ടപ്പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. കാരണം ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തതിന് ശേഷം വലിയ തരത്തിലുള്ള നയപരമായ വ്യത്യാസമുണ്ട്. ജീവനക്കാരെ രണ്ടായി തരംതിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വിസ്താരയിലും നേരത്തെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഉണ്ടായിരിക്കുന്നത്. വലിയ ഈ ജീവനക്കാരുടെ ഈ നയത്തോട്, അതായത് കൂട്ട അവധിയെടുത്ത് പെട്ടെന്ന് അവധിയെടുക്കുകയും യാത്ര ഷെഡ്യൂളുകളിൽ മാറ്റം വരുത്താൻ പറ്റുന്ന തരത്തിൽ, സ്തംഭിപ്പിക്കുന്ന തരത്തിൽ തന്നെ ഇടപെട്ടതും ഒരു കമ്പനിയുടെ പ്രതിച്ഛായയെ വളരെ മോശമായിട്ട് തന്നെ ബാധിച്ചു എന്നൊരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കടുത്ത നടപടിയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് പോകുന്നത്. തീർച്ചയായിട്ടും.